ഒന്നുകിൽ നേരിട്ട് ചർച്ച, അല്ലെങ്കിൽ ബോംബ്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഇറാന് മുന്നിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉയർത്തിയ ഭീഷണിയാണിത്. ഏത് വേണമെന്ന് സ്വയം തീരുമാനിച്ചോളാനായിരുന്നു നിർദ്ദേശം. എന്നാൽ ആണവ പ്രോഗ്രാം വിഷയത്തിലോ മറ്റേതു കാര്യത്തിലായാലും ട്രംപുമായി നേരിട്ടൊരു ചർച്ചയ്ക്കുമില്ലെന്ന് ഇറാനും വ്യക്തമാക്കിയിരിക്കുകയാണ്. ഏറെക്കാലമായി ഒമാനെ ഇടനിലക്കാരാക്കിയാണ് ഇറാൻ അമേരിക്കയുമായി ചർച്ചകളും നെഗോഷിയേഷനുകളും നടത്തുന്നത്. ആ വഴി തന്നെ ചർച്ച തുടരാമെന്ന് അറിയിച്ചിരിക്കുകയാണ് ഇറാൻ. രാഷ്ട്രീയ പരിഹാരമുണ്ടാക്കാൻ അമേരിക്ക ഒരുക്കമാണോ, അവർ ഗൗരവത്തോടെയാണോ വിഷയത്തെ കാണുന്നത് എന്നൊക്കെ ആദ്യം മനസ്സിലാക്കണമെന്നാണ് അതിന് പറയുന്ന വിശദീകരണവും. ഇറാൻ നിലപാട് കടുപ്പിച്ചതോടെ ട്രംപ് രണ്ടാമത്തെ മാർഗത്തെക്കുറിച്ച് ഗൗരവത്തോടെ ആലോചിക്കുകയാണെന്നാണ് സൂചനകൾ. ഇറാന് നേരെ ശക്തമായ ആക്രമണത്തിനുള്ള പടയൊരുക്കം നടക്കുന്നുണ്ട് പശ്ചിമേഷ്യയിലെന്ന് പ്രാദേശിക മാധ്യമങ്ങളും അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു. ബാലിസ്റ്റിക് മിസൈൽ വേധ സംവിധാനമായ താഡിന്റെ 2 സംഘത്തെ കൂടി ഇസ്രയേലിലേക്ക് അയച്ചിട്ടുണ്ട് അമേരിക്ക. ചെങ്കടലിലുള്ള USS ഹാരി ട്രൂമാൻ പടക്കപ്പൽ ഏതു നീക്കത്തിനും സജ്ജമാണ്. ഇസ്രയേലും സർവ്വസന്നാഹങ്ങളും ഒരുക്കി നിർത്തിയിരിക്കുകയാണെന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ദിവസങ്ങൾക്ക് മുൻപാണ് US സെൻട്രൽ കമാൻഡ് കമാൻഡർ ജനറൽ മൈക്കൽ കുറില ഇസ്രയേൽ സന്ദർശിച്ചത്. IDF തലവൻ ഇയാൽ സമീറുമായി പ്രത്യേക കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു ഇദ്ദേഹം. ഇറാനെ ആക്രമിക്കാനുള്ള പദ്ധതികളാണ് കൂടിക്കാഴ്ചയിൽ ചർച്ചയായതെന്നാണ് വിവരം. അതിനിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയിലും എത്തിയിട്ടുണ്ട്. ജനുവരിയിൽ ട്രംപ് അധികാരമേറ്റ ശേഷം ഇത് 2ാം തവണയാണ് നെതന്യാഹു വൈറ്റ് ഹൗസിൽ എത്തുന്നത്. അമേരിക്കയുടെ പുതിയ തീരുവ വിഷയം ചർച്ച ചെയ്യാനാണ് പെട്ടെന്നൊരു US യാത്ര പ്ലാൻ ചെയ്തതെന്നാണ് പുറത്തു നൽകുന്ന വിശദീകരണം. എന്നാൽ ഇറാൻ ആക്രമണവും ഗസയുമായിരിക്കും കൂടിക്കാഴ്ചയിലെ പ്രധാന വിഷയങ്ങളെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഏതു നിമിഷവും ഇസ്രയേലും അമേരിക്കയും സംയുക്തമായി ഇറാനെ ആക്രമിക്കാം. അത്തരമൊരു യുദ്ധസമാനമായ സാഹചര്യമാണ് പശ്ചിമേഷ്യയിൽ ഇപ്പോഴുള്ളത്. സംഘർഷഭരിതമായ സാഹചര്യത്തിലാണ് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനിയുടെ മുന്നറിയിപ്പും വരുന്നത്. ഏതു വിധേനയുള്ള ആക്രമണത്തിനും സജ്ജമായിരിക്കാൻ നാവികസേനയുടെ ഉത്തരവിട്ടിരിക്കുകയാണ് ഖമനിയെ. സംഘർഷഭരിതമായ സാഹചര്യത്തിലാണ് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനയുടെ മുന്നറിയിപ്പും വരുന്നത്. ഏതു വിധേനയുള്ള ആക്രമണത്തിന് സജ്ജമായിരിക്കാൻ നാവികസേനയുടെ ഉത്തരവിട്ടിരിക്കുകയാണ് ഖാംനയെ. ഇതോടൊപ്പം അയൽ രാജ്യങ്ങൾക്കും ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അമേരിക്കയുടെ സൈനിക നടപടിക്ക് താവളമൊരുക്കുകയോ സഹായം നൽകുകയോ ചെയ്താൽ കടുത്ത പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നാണ് മുന്നറിയിപ്പ്. പശ്ചിമേഷ്യയിൽ അമേരിക്കൻ സൈനിക താവളങ്ങളുള്ള മിക്ക രാജ്യങ്ങൾക്കും ഇറാന്റെ നേരിട്ടുള്ള മുന്നറിയിപ്പ് ലഭിച്ചതായി വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആക്രമണത്തിന് വ്യോമാതിർത്തി ഉപയോഗിക്കാൻ അനുവദിക്കരുതെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ സഹായം നൽകിയാൽ അത് ശത്രുതാപരമായ നടപടിയായി കണക്കാക്കും. അതിന്റെ ആഘാതം ഏറ്റുവാങ്ങേണ്ടി വരുമെന്നുമാണ് ഇറാന്റെ ഭീഷണി. യുദ്ധഭീതി ശക്തമാകുന്നതിനിടെ റഷ്യയും നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇറാനെ ആക്രമിക്കാൻ നിൽക്കരുതെന്നാണ് റഷ്യ അമേരിക്കയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു നീക്കവും അംഗീകരിക്കാൻ കഴിയില്ലെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ട്രംപും പുടിനും സൗഹൃദത്തിൽ തുടരുന്നത് കൊണ്ട് മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ റഷ്യയുടെ പിന്തുണയുണ്ടാകുമോ എന്നൊരു ആശങ്കയും ഇറാനുണ്ട്. ദിവസങ്ങൾക്ക് മുൻപ് തങ്ങളുടെ പുതിയ സൈനിക സന്നാഹങ്ങളുടെ ദൃശ്യങ്ങൾ ഇറാൻ പുറത്തുവിട്ടിരുന്നു. വൻ ആയുധ ശേഖരം അടങ്ങിയ മിസൈൽ സിറ്റിയാണ് പുതുതായി തയ്യാറാക്കിയിരിക്കുന്നത്. ആയിരക്കണക്കിന് അത്യാധുനിക മിസൈലുകൾ താവളത്തിലുള്ളതായാണ് ഇറാൻ വിപ്ലവ ഗാർഡ് അവകാശപ്പെടുന്നത്. ഖൈബർ ഷെക്കാൻ, ഗദർ, സെജ്ജിൽ, ഹജ് കാസിം എന്നീ മിസൈലുകൾക്ക് പുറമെ സോളിഡ് ലിക്വിഡ് ഫ്യുവൽ ബാലിസ്റ്റിക് മിസൈലുകളും ഇവിടെയുണ്ടെന്ന് ഇറാന്റെ ഔദ്യോഗിക ടെലിവിഷൻ ചാനലും റിപ്പോർട്ട് ചെയ്തിരുന്നു. പുതിയ രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഏറെ പ്രാധാന്യമുള്ളതാണ് ഇറാന്റെ ഈ നീക്കം. ആക്രമണ ഭീഷണി മുഴക്കുന്ന അമേരിക്കയ്ക്കും ഇസ്രയേലിനുമുള്ള മുന്നറിയിപ്പായി കൂടിയാണ് മിസൈൽ സിറ്റിയുടെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടതെന്ന് വ്യക്തമാണ്. താവളത്തിന്റെ നിർമ്മാണ പ്രവർത്തികൾ ആരംഭിച്ചിട്ട് ഏറെ കാലമായെന്നാണ് വിവരം. എന്നാൽ കഴിഞ്ഞ ജനുവരി ആദ്യത്തിലാണ് അത്യാധുനിക മിസൈലുകളും ഡ്രോണുകളും ഉൾപ്പെടെയുള്ള വമ്പൻ യുദ്ധസന്നാഹങ്ങളുമായി ഇറാൻ ഭൂഗർഭ നഗരങ്ങൾ നിർമ്മിക്കുന്ന വിവരം പുറത്തുവരുന്നത്. പേർഷ്യൻ ഉൾക്കടലിനും ഒമാൻ സമുദ്രത്തിനും ഇടയിലാണ് വൻ ആയുധ സജ്ജീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. 2024 ഒക്ടോബറിൽ ഇറാൻ ഇസ്രായേലിനെതിരെ നടത്തിയ വമ്പൻ വ്യോമാക്രമണത്തിന് ഈ താവളം ഉപയോഗിച്ചിരുന്നു എന്നാണ് സർക്കാർ ചാനൽ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. 200 മിസൈലുകളാണ് തെല്ലവീവ് ഉൾപ്പെടെയുള്ള ഇസ്രായേൽ നഗരങ്ങൾ ലക്ഷ്യമിട്ട് എത്തിയത്. ഇതാദ്യമായി ഹൈപ്പർസോണിക് മിസൈലുകളും അന്ന് ഇറാൻ പുറത്തെടുത്തിരുന്നു. IDF സൈനിക താവളങ്ങൾക്കും മൊസാദ് ആസ്ഥാനത്തിനും ആക്രമണത്തിൽ നാശം സംഭവിച്ചിരുന്നു. സംഭവം ഇസ്രായേലിലെങ്ങും വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയത്. അന്താരാഷ്ട്ര തലത്തിൽ രാജ്യത്തിന്റെ പ്രതിച്ഛായയ്ക്കും ഇത് വലിയ തിരിച്ചടിയായി മാറിയിരുന്നു.